എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്ക് ഫേസ് 2 നിന്നിട്ട് വെറും 3 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ, അതുപോലെ കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 3 കിലോമീറ്ററും, കാക്കനാട് ടൗണിലേക്ക് ഏകദേശം 5 കിലോമീറ്ററും, പാലാരിവട്ടം ടൗണിലേക്ക് ഏകദേശം 9 കിലോമീറ്ററുമാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് തൃപ്പൂണിത്തുറയിലേക്കും പള്ളിക്കരയിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ കൂടിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 15ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ വീടുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ഇനി നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5.5 സെൻറ്റ് ലാൻഡിലായിട്ട് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയുടെ ഇൻഡിവിജ്വൽ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 5 മീറ്റർ വീതിയിൽ ഒരേ സമയം 2 വാഹനങ്ങൾ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. കട്ട വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ബോക്സി ടൈപ്പ് എലവേഷൻ കിഴക്ക് ദർശനത്തിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല കളർ പാറ്റേണുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. GI ഫ്രെയിം വർക്കുകളും LED ലൈറ്റിങ്ങുകളെല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ കാണാൻ ഒരു ഭംഗിയാർന്ന ഒരു ഡിസൈനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഒരു GI ഫ്രെയിം വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് കോമ്പൗണ്ട് വാൾ കൊടുത്തിരിക്കുന്നത്. 4-വേ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ പില്ലറുകളിലും ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി മെയിൻ പില്ലറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 ഭംഗിയുള്ള ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ CNC വർക്കുകളൊക്കെ കൊടുത്ത് GI ഫ്രെയിം വർക്കൊക്കെ കൊടുത്തിട്ട് ഏകദേശം ഒരു 16 അടിയോളം വരുന്ന ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതും ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഗേറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറ്റം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരേ സമയം ഒരു 3 വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കവേർഡ് XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം വരുന്നുണ്ട്. കോമ്പൗണ്ടിൽ മൊത്തം കടപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പ്ലാന്റ് ബോക്സ് വയ്ക്കാവുന്ന സൗകര്യങ്ങൾ ആ സൈഡിലായിട്ടും വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കിണർ കൊടുത്തിരിക്കുന്നത്. നല്ല ശുദ്ധമായ കിണർ വെള്ളവും KWO വാട്ടർ കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സെറ്റ് ബാക്കൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് തെക്ക് പടിഞ്ഞാറ് മൂലയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. നല്ല ഒരു വെറൈറ്റി കളർ പാറ്റേണിൽ വരുന്ന ഒരു ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 ചെയറൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം നമുക്ക് സിറ്റ് ഔട്ടിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്കാണ് വരുന്നത്. 2 സൈഡിലേക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള തേക്ക് വുഡിൽ തീർത്ത ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് വരുന്നത്. നല്ലൊരു വെറൈറ്റി ടൈൽ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു L ഷേപ്പിൽ വരുന്ന സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, കോർണർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം വരുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു TV യൂണിറ്റ് ബിഹൈൻഡിലേക്ക് വരുന്നുണ്ട്. നല്ല രീതിയിൽ വാൾപേപ്പറിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളെല്ലാം ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ വരുന്നത് ചെറിയൊരു ഫോയർ പോലത്തെ ഒരു ഏരിയയിലേക്കാണ്. സ്റ്റെയർ ക്യാബിനൊക്കെ വച്ചിരിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെയും അത്യാവശ്യം ഒരു സ്പേസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റഡി ഏരിയയൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പാസേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡൈനിങ്ങിൻ്റെ പാസേജിലേക്ക് വരുമ്പോൾ ചെറിയൊരു വാൾപേപ്പറിൻ്റെ വർക്കൊക്കെ ഇവിടെ ഒരു ഫോയർ പോലെ കിട്ടുന്നുണ്ട്. ചെറിയൊരു പാർട്ടീഷൻ വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇതിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഏകദേശം ഒരു 12 സീറ്ററോ 14 സീറ്ററിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ട് 2 വളിയുടെ 2 വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ LED ലൈറ്റിങ്ങുകൾ ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് വാഷ് കൗണ്ടറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് വാഷ് ബേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ തന്നെ ഒരു പില്ലർ കോപ്പും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഭംഗിയിൽ തന്നെ ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ വർക്ക് വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസുകൾ, ലൂവർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
വടക്ക് കിഴക്കേ മൂലയിലാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ മേളിലായിട്ട് കബോർഡ് വർക്കുകൾ ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിൽ വരുന്ന നാനോവൈറ്റ് ഗ്രാനൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡബിൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്. സിങ്ക് വോക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിഴക്ക് ഭാഗത്ത് ചിമ്മിണി വയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. 3 പാളി വിൻഡോ കിഴക്ക് ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓവനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വരുന്നത്. ഡോർ തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറ്റം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൂഫ് വർക്കൊക്കെ ചെയ്ത് നല്ല ചെറിയൊരു വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സൗകര്യം വരുന്നുണ്ട്. സിങ്കും കൗണ്ടർ ടോപ്പ് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ആ ഭാഗത്തായിട്ടൊരു സിലിണ്ടറൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്കുകൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. വടക്ക് ഭാഗത്തായിട്ട് 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യം, അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഡ്രോയും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നതിനുള്ള വിൻഡോ സൗകര്യങ്ങളും ഈ ബെഡ്റൂമിൽ അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി ടൈൽ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നൊരു മാറ്റ് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഗബ്രിറ്റിൻ്റെ വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും വാഷ് കൗണ്ടറും എല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. കബോർഡ് വർക്കൊക്കെ വരുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. ഇവിടെ ഒരു ചെറിയൊരു മിറർ ഡ്രസ്സിങ് ഏരിയയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡായിട്ട് മിറർ കൊടുത്തിട്ടുണ്ട് കബോർഡിൽ. അവിടെ നിന്ന് നേരെ വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. കമ്പാരിറ്റീവ്ലി ഒരു വലിയ ബാത്റൂം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗബ്രിറ്റിൻ്റെ തന്നെ ഫിറ്റിങ്സുകളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ജാഗ്വറിൻ്റെ ഡൈവേർട്ടറും സ്പൗട്ടും വാഷ് കൗണ്ടറും എല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന ഒരു സ്റ്റെയറാണ് നമുക്ക് കിട്ടുന്നത്. ഹാൻഡ് റെയിലായിട്ട് GI ഫ്രെയിം വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. വുഡൻ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ ലെഗിൻ്റെ സൗകര്യം വരുന്നുണ്ട്. വാക്ക് വേലായിട്ട് ഒരു ബ്രൗൺ കളർ ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ചെറിയൊരു ഫ്രെയിം വർക്കുകളും LED ലൈറ്റിംഗ് വർക്കുകളും ഫാൻസി ലൈറ്റിംഗ് വർക്കുകളും എല്ലാം ഇതിൻ്റെ സീലിങ്ങിലും ഭിത്തിയിലുമായിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിലിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഈ ഭാഗത്ത് വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ടൊരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ചെറിയൊരു സിറ്റിംഗ് സ്പേസൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. വടക്ക് ഭാഗത്തായിട്ടൊരു സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും ഈ ഭാഗത്തായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിലൊരു കബോർഡ് വർക്കുകളും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്ന വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ് വരുന്നത്. സെയിം ഫിറ്റിങ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഈ ബാത്റൂമിലും കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. തെക്ക് ഭാഗത്തൊരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ചെറിയൊരു ഡ്രസ്സിങ് ടേബിളിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു 2 പാളി കബോർഡ് വർക്കും അതിനോട് അറ്റാച്ച്ഡായിട്ട് ഒരു മിററിൻ്റെ സൗകര്യം വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസ് വരുന്നത് ഈ ഭാഗത്താണ്. സെയിം ഫിറ്റിങ്സുകൾ തന്നെയാണ് ഈ ബാത്റൂമിലും കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട്
നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ ആ ഭാഗത്ത് വരുന്ന പ്ലഗ് പോയിൻറ്റും വാട്ടർ പോയിൻറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡ്രെയിനേജിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. മുകളിലേക്ക് കയറാനായിട്ടൊരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൻ്റെ സൗകര്യം ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ യൂട്ടിലിറ്റിയുടെ ഒരു കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട്. ടോട്ടലി ഒരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് നല്ലൊരു ഗ്രീനറി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇതിൻ്റെ ബിഹൈൻഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. ബാൽക്കണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഹാൻഡ് റെയിലിൻ്റെ GI ഫ്രെയിമിൽ SS-ൻ്റെ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ടൊരു GI ഫ്രെയിം വർക്കുകൾ വരുന്നുണ്ട്. സീലിങ്ങിൽ ജംഗ്ഷൻ ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറ് കോർണറിലായിട്ടാണ് ബാൽക്കണിയുടെ സൗകര്യം വരുന്നത്. തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ള കാറ്റും സൗകര്യങ്ങളൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണിത്. താഴെയായിട്ട് ചെറിയൊരു പ്ലാന്റൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു സൗകര്യവും ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നിട്ടും സ്മാർട്ട് സിറ്റിയിൽ നിന്നുമെല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ വരുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 5.5 സെൻറ്റ് ലാൻഡിലായിട്ട് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,05,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ ചാനലിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.